ബ്രഹ്മചര്യവൃതി ദണ്ഡീ സർവവേദാന്ത പണ്ഡിത ശ്രീമദ്വിവേകയോഗി മാം പ്രചോദയതു സർവദാ. മുഖം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. കർമ്മയോഗത്തിനെ പറ്റി എന്തെങ്കിലും പറയാനാണ് ഇന്നത്തെ കൽപ്പന. എവിടുന്നാണ് കർമ്മയോഗം എൻ്റെ മനസ്സിൽ കടന്നു വന്നത്? അതൊരു അത്ഭുതമായിട്ടുള്ള കഥയാണ്. ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ ലോയഡ് ഡഗ്ലാസിൻ്റെ ദി മാഗ്നിഫിസൻ്റ് ഒബ്സഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുസ്തകം വായിക്കാനിടയായി. അപ്പോൾ അതിൽ ഒരു സാധാരണ ഡോക്ടറായിരുന്ന അദ്ദേഹം ഒരു അത്ഭുത ഡയറക്ടർ ഓഫ് ദി ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ എന്തോ വലിയൊരു ഹോസ്പിറ്റലിൻ്റെ ഹെഡായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ ട്രാൻസ്ഫോർമേഷൻ വന്നത് അദ്ദേഹം കർമ്മയോഗം പരിശീലിക്കാൻ ആരംഭിച്ചപ്പോഴാണ്. അതെങ്ങനെ അദ്ദേഹം പരിശീലിക്കാൻ ആരംഭിച്ചത് അത് അതിലേറെ രസമാണ്. അദ്ദേഹം ദിവസം വൈകുന്നേരം ഒരു ചായക്കടയിലോ എവിടെ പോയിരുന്ന് ചായ കുടിക്കാറുണ്ട്. അല്ലെങ്കിൽ അവിടുത്തെ സ്ഥിതിയിൽ വേണമെങ്കിൽ വല്ല ബിയർ ഷോപ്പോ പബ്ബോ അങ്ങനെയൊക്കെ അവിടെ ഇരുന്ന് എന്തെങ്കിലും കഴിക്കാറുണ്ട്. അപ്പോൾ അവിടെ ഒരു വെയിറ്റർ വളരെ സ്മാർട്ടായിട്ട് എപ്പോഴും ചിരിച്ച് പ്രസാദിച്ച് ഓരോ അവിടെ എത്തുന്ന ഓരോരുത്തരെയും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് അയാളിങ്ങനെ സെർവ് ചെയ്യും. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെ അത് വാച്ച് ചെയ്യും. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ അയാളോട് ചോദിച്ചു, ഞാൻ ഇത്രയും വലിയൊരു ഡോക്ടറാണ്, എത്ര പേർക്ക് എന്തെല്ലാം സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ തുളുമ്പി വരുന്നതായിട്ടുള്ളൊരു ആനന്ദം അതെനിക്ക് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ പറയുമ്പോൾ ഈ ഒരു ഗ്ലാസ് ബിയർ കൊടുക്കുകയാണ് ആൾക്കാർക്ക്, അത്രയേ ഉള്ളൂ നിങ്ങളുടെ ജോലി, പക്ഷേ എന്തൊരു ആനന്ദമാണ് നിങ്ങളുടെ മുഖത്ത്. അപ്പോൾ അങ്ങോരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, നിങ്ങളുടെ വീട്ടിൽ ബൈബിളുണ്ടോ? ഉവ്വ്, ഞാൻ വായിക്കാറൊന്നുമില്ല. എന്നാ അവിടെ ഇന്ന ചാപ്റ്ററിൽ മാത്യൂസിൻ്റെ വചനങ്ങളിൽ ഇത്രാമത്തെ വചനം ഒന്ന് എടുത്ത് വായിച്ചു നോക്കുക. അപ്പോൾ അദ്ദേഹം വീട്ടിൽ പോയി ബൈബിളൊക്കെ തേടി പിടിച്ച് ആ വചനം വായിച്ചു. കാര്യമായിട്ടൊന്നുമില്ല. ലെറ്റ് നോട്ട് ദി ലെഫ്റ്റ് ഹാൻഡ് നോ വാട്ട് ദി റൈറ്റ് ഹാൻഡ് ഡസ്, അത്രേ അതിലുള്ളൂ. വേറെ വലിയ പ്രമാണമൊന്നുമില്ല അതിൽ. ആദ്യമൊന്നും അതിനെ അത്രയൊന്നും ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പക്ഷെ പിന്നെ അദ്ദേഹം അതിനെപ്പറ്റി ഇങ്ങനെ ധ്യാനിച്ച് ആ മെസ്സേജ് ഉൾക്കൊള്ളാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു പുതിയ അറിവ് ലഭിക്കുകയാണ്. അതായത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂമാ തേ സംഗോസ്വകർമ്മണി. ശ്രീകൃഷ്ണൻ അർജുനോട് 2-ാം അധ്യായത്തിൽ 45-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ടല്ലോ, കർമ്മം ചെയ്തോളൂ, പക്ഷെ അതിൽ നിന്ന് ഫലകാംക്ഷ അരുത്. അപ്പോൾ ഇദ്ദേഹം അതിനെപ്പറ്റി ചിന്തിച്ചു. അന്ന് മുതൽക്ക് അദ്ദേഹം ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. ആ തുടങ്ങിയതോട് കൂടിയിട്ട് അയാൾ അറിയാതെ തന്നെ അയാളുടെ കയ്യിലേക്ക് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവ്, ഒരു ഐശ്വര്യസിദ്ധി ഒക്കെ കൈവന്നു തുടങ്ങി. അപ്പോൾ അതിങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതലായി അയാളുടെ സേവന പ്രവർത്തനങ്ങൾ. ഇങ്ങനെ സേവന പ്രവർത്തനങ്ങളിൽ കൂടി അദ്ദേഹം വലിയ ഒരു വ്യക്തി ആയി മാറുകയാണ്. വെറും ഒരു സാധാരണ അസിസ്റ്റൻ്റ് സർജനായിട്ട് വന്ന ആൾ പിന്നീട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഹെഡായിട്ട് മാറുകയാണ്. അത് ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. താൻ എന്താ ചെയ്യണേന്നോ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊന്നും അദ്ദേഹം അതൊന്നും പറഞ്ഞിട്ടില്ല ആരോടും. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിക്കുകയാണ്.
മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ഇങ്ങനെ പബ്ലിക് ഇതിന് കൊടുക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ വരുന്നു, ബൊക്കെ വെക്കുന്നു, ഫ്ലവേഴ്സ് വെക്കുന്നു. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിധവയായിരിക്കണ ഭാര്യ അടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി, ഇതൊന്നും ഇവിടുത്തെ പേഷ്യൻസ് അല്ലല്ലോ. ഇവിടുത്തെ പേഷ്യൻസ് അല്ലാതെ കുറേ പേരെൻ്റെ ഭർത്താവിന് പൂമാലകളൊക്കെ അർപ്പിക്കണു. എന്തോ എനിക്കറിയാത്തൊരു രഹസ്യം ഉണ്ടല്ലോ ഇതിൻ്റെ പിന്നിലായിട്ട്. 1-2 പേരെ വിളിച്ചത് അവർ ചോദിക്കുകയാണ്, നിങ്ങളെങ്ങനെയാണ് എൻ്റെ ഹസ്ബൻഡിനെ അറിഞ്ഞത്? അദ്ദേഹം നിങ്ങളെ ചികിത്സിച്ചിട്ടുണ്ടോ? അദ്ദേഹം ചികിത്സിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എത്ര വലിയ ഒരു സേവനമാണ് അദ്ദേഹം ഞങ്ങൾക്ക് ചെയ്തിരിക്കണേന്നറിയോ? സേവനം? എന്ത് സേവനം? അയ്യോ, എൻ്റെ മകൾക്ക് കല്യാണം കഴിക്കാൻ വഴിയില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. എൻ്റെ മകന് പഠിക്കാൻ കാശില്ലാത്തപ്പോൾ പഠിപ്പ് വെച്ചു കൊടുത്തു. എനിക്ക് വീടില്ലാത്തപ്പോൾ വീട് വെച്ച് തന്നു. എൻ്റെ അമ്മയൊന്നും പറയണ്ട. അദ്ദേഹം ചെയ്തിരിക്കുന്നതായ സേവനങ്ങൾക്ക് കയ്യും കണക്കുമില്ല. അത് ഈ വരുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, അവരോടൊക്കെ ചോദിച്ചു നോക്കൂ. ഓരോരുത്തർക്കും അവരുടെ കഥ പറയാനുണ്ടാവണം. അപ്പോൾ ഈ സ്ത്രീക്ക് അത്ഭുതമായി. എനിക്കറിയാത്തൊരു സൈഡ് എൻ്റെ ഹസ്ബൻഡിനുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് അവർ അങ്ങോട്ട് പ്രൈവറ്റ് പേപ്പേഴ്സൊക്കെ ഇങ്ങനെ നോക്കി വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു ജേർണൽ വരും, ഹഡ്സൺസ് ജേർണൽ എന്ന് പറഞ്ഞിട്ട്. അവരതിങ്ങനെ എടുത്ത് പേജ് മറിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിക്കിൽ ഒരു സീക്രട്ട് കോഡിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നു. ഒരു സീക്രട്ട് കോഡിൽ അവർ കുറേ നേരം നോക്കി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അതെങ്ങനെയാണ് കോഡിഫൈ ചെയ്യേണ്ടത് എന്നുള്ളത്. എന്നിട്ടത് കണ്ടപ്പോഴാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി മുഴുവനും ഇങ്ങനെ ഇത് വായിച്ചതും വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ അറിയരുത് എന്ന് പറയുന്നത് അതൊക്കെ അവർക്ക് മനസ്സിലായി. അപ്പോൾ ആ കഥ അന്ന് ഞാൻ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ എന്നെ വല്ലാതെ ഇമ്പ്രസ് ചെയ്തൊരു കഥയായിരുന്നു. അതും ലോയിഡ് ഡഗ്ലസിൻ്റെ ബുക്സ് തന്നെ ഇംഗ്ലീഷിൽ വളരെ അട്രാക്റ്റീവാണ് വായിക്കാനായിട്ട്. അന്നും മൾക്ക് എനിക്ക് കർമ്മയോഗം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ വിവേകാനന്ദ ചരണങ്ങളിൽ ജീവിതം സമർപ്പിച്ചതോടുകൂടി കേന്ദ്ര പ്രാർത്ഥനയിൽ വരുന്ന കർമ്മയോഗ നിഷ്ഠ അതൊക്കെ വന്നപ്പോൾ എന്തായി, കർമ്മയോഗത്തിൻ്റെ ശരിക്കുള്ള ഫിലോസോഫിക്കൽ ആൻഡ് സയൻറ്റിഫിക് ആസ്പെക്റ്റ് ഓഫ് കർമ്മയോഗ പഠിക്കാനായിട്ട് തുടങ്ങി.